രാവിലെ 7 മണിക്ക് പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങിട്ടോ. അവിടുന്ന് ഫ്രഷായി രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റു. രാവിലെ തന്നെ ഫ്രഷായി ഒരു 7 മണിയോട് കൂടിയിട്ട് നമ്മൾ ഇറങ്ങി. ഇപ്പൊ ഉള്ളത് 8 മണിയായി. നേരെ ഇനി പോണ്ടിച്ചേരിക്കാണ്. ഇപ്പൊ പോകുന്നത് ഈ ഒരു ഹൈവേയിലാണ് കേട്ടോ. ഈ ഒരു ഹൈവേ കൂടിയാണ്. ഹൈവേ അല്ല, ഞങ്ങൾ പോകുന്നത് ഇതേ സർവീസ് റോഡിനാണ്. ഇതുകൊണ്ട് മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രാമപ്രദേശങ്ങൾ കൂടി ടച്ച് ചെയ്ത് എല്ലാ ഗ്രാമങ്ങളും അല്ല, ഒരുവിധ ഗ്രാമങ്ങളിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ സർവീസ് റോഡിന് പോയിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ റോഡുകൾ കൂടി പോകണം. അതുകൊണ്ട് ഞങ്ങൾ സർവീസ് റോഡിൽ കാണണം നല്ല നല്ല ഏരിയകൾ ടോള് കട്ടുകയും ചെയ്യാം. നമ്മളിനി ഹൈവേയിൽ കയറുന്നില്ല. ഹൈവേ നമ്മൾ കയറാതെ തന്നെയാണ് പോകുന്നത്. ടോള് എത്രത്തോളം സ്കിപ്പ് ചെയ്യാൻ കഴിയുമോ. നമ്മൾ ടോൾ ലാഭിക്കാനല്ല, നമ്മൾ ഉള്ളേരിയ കൂടി പോകാൻ വേണ്ടി മാത്രം. അതെ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേ ഞങ്ങളിതാ പോകുന്ന ഏരിയ ഉണ്ടല്ലേ, സേലം 128 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, സേലം ടച്ച് ചെയ്യുന്നില്ല. അതെ അതെ, നേരെ പോയിട്ട് തിരുച്ചിറപ്പള്ളി റൂട്ടിന് ഞങ്ങൾ കയറും. അങ്ങനെ കയറിയിട്ടാണ് ഞങ്ങൾ പോവാം. ഇപ്പൊ ഏകദേശം 129 കിലോമീറ്റർ കൂടിയാണ് സേലത്തേക്ക് കാണിക്കുന്നത്. ഞങ്ങൾ സേലം ടച്ച് ചെയ്യുന്നില്ല. പോണ്ടിച്ചേരിക്ക് 385 കിലോമീറ്റർ, 82 കിലോമീറ്റർ. പക്ഷെ അത് തന്നെ ഇതിലിപ്പോ 3:40 കാണിക്കുന്നത്. 7 മണിയാവുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ എത്തിയാൽ മതി. 2 മണിയാവും. 2 മണിക്കൂർ എന്തായാലും ഫുഡ് റെഡിയാക്കാനും അത് കാര്യങ്ങൾ എല്ലാം കൂടി ആകുമ്പോൾ ടൈം എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ ഒരു വെയിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ആൾട്ടാക്കാനാണ് പരിപാടി. നല്ലൊരു തണൽ നോക്കിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇന്ന് ചെയ്യുന്ന വീഡിയോ നാളെ ആയിരിക്കും വരിക. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് ഇന്ന് വരിക. ഡെയിലി അപ്ഡേറ്റ് എന്ത് ചെയ്യും, ഡെയിലി അപ്ഡേറ്റ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് നമുക്ക് സ്പോട്ട് ഇപ്പോൾ എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ യൂട്യൂബിൽ ഒരു ദിവസം ഡിലേ ആയിട്ടായിരിക്കും വീഡിയോ വരിക. അതായത് ഞങ്ങൾ പിന്നെ വീണ്ടും ബൈപ്പാസിലേക്ക് കയറുകയാണ്. അപ്പോൾ ബൈപ്പാസിലേക്ക് ഹൈവേയിലേക്ക് കയറിയതിന് ശേഷം എന്ത് ചെയ്യണം, പിന്നെ ഒന്ന് സർവീസ് റോഡിലേക്ക് വീണ്ടും കയറുന്നതാണ്. ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്യാരറ്റ്, കുറച്ച് ക്യാരറ്റ് എടുക്കുന്നുണ്ട്. 1 കിലോ ക്യാരറ്റിന് 80 രൂപ. എന്താ പറഞ്ഞോടാ, തേങ്ങയും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് അറിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ അതെ ഉള്ളി, ചെറിയുള്ളി, വെല്ലുള്ളി, ക്യാരറ്റ് മതി. ക്യാരറ്റ് കേടായി പോകും ഫ്രിഡ്ജില്ലാത്തത് കൊണ്ട്. അപ്പോൾ ക്യാരറ്റ് അത്ര വേണോ? വേണ്ട, അത് നമ്മൾ ഉപ്പുമാവിന് മാത്രം മതിയല്ലോ. ഞാൻ നെയ്ച്ചോറൊക്കെ വെക്കുകയാണെങ്കിൽ അന്നേക്കാം പിന്നെ വാങ്ങാമല്ലോ. സാധനങ്ങളൊക്കെ അതെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നോക്ക് ഇത് വേണം വെക്കാൻ. അപ്പം ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട്. ഇതൊക്കെ വാങ്ങിയിട്ട് നേരെ ബില്ല് ചെയ്യാം. സാധനങ്ങളിൽ വേറെ കുറച്ച് ഇഞ്ചി എടുത്തേക്കണം. പിന്നെ കരുവേപ്പില കുറച്ച് എടുക്കണേ. തക്കാളി കണ്ടില്ല, നല്ല ഫ്രഷ് തക്കാളിയാണ്. അപ്പോൾ രണ്ട് ടൈപ്പിലാണ് തക്കാളി ഇവിടെ വെച്ചത്. ഒന്ന് 15 രൂപക്ക് ഫസ്റ്റ് ക്വാളിറ്റി, 7 രൂപക്ക് സെക്കൻഡ് ക്വാളിറ്റി, അങ്ങനെ ആക്കിയിട്ട് വെച്ചത്. അപ്പോൾ ഏതേ വേണ്ട അതൊക്കെ ഈ ഉണ്ടാക്കുമോ? ഇല്ലല്ലോ, വീട്ടിലേക്കോ? അടിപൊളി സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഫുഡും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചോറ് റെഡി. ചോറ് വെച്ചു. ചോറ് വെച്ചു. പപ്പടം അവിടെ കത്തിക്കരിഞ്ഞ സാധനം കുറച്ച് വെളിച്ചെണ്ണ ചൂടായി പോയി. ഇല്ല, നല്ല പപ്പടം അവിടെ വേറെ ഉണ്ട്. ഇല്ല, ലാസ്റ്റിലേക്ക് ആകുമ്പോൾ പപ്പടം വേറെ പോയിരിക്കും. പിന്നെ നേരത്തെ സാധനങ്ങളൊക്കെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ ഇതാക്കണം കിടക്കുന്ന. കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും. കിട്ടില്ല കറിയാ, ഒരു 1.5 കിടുകാജി കറി അല്ലേ. അത് സൂപ്പർ കറി അല്ലേ, ഒക്കെ സെറ്റാണ്. അപ്പോൾ അങ്ങനെ ഇതേ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കറികളും സെറ്റ് ആയിട്ടുണ്ട്. ചോറ് വേണമെങ്കിൽ സാപ്പാട് വേണോ? വേണ്ട. ഓക്കെ, അങ്ങനെ നമ്മളെ സാധനങ്ങളൊക്കെ ഇനി ഇതൊക്കെ മൊത്തം സെറ്റ് ചെയ്യണം കേട്ടോ പരിപാടി കഴിഞ്ഞിട്ട്. അപ്പോൾ കറി ഏതായാലും രാത്രിയൊക്കെ ഉണ്ടാവും. അപ്പോൾ രാത്രിക്ക് വേണമെങ്കിൽ എന്താ ബ്രെഡോ അല്ലെങ്കിൽ ഉപ്പുമാവോ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി നമുക്ക് എന്ത് ചെയ്യാം, അതും സെറ്റാക്കാം. ചോറ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ബാക്കി ഉണ്ടാവുന്നതാണ്. ഞാനൊരു ഗ്ലാസ് ഇട്ടപ്പോൾ ആശാൻ പറഞ്ഞു ഒന്ന് ഭയങ്കര വിശക്കുന്നുണ്ട്, 2 ഗ്ലാസ് വേണമെന്ന്. അങ്ങനെ 1.5 ആക്കി ഞാൻ. കാണിച്ചിട്ട് നല്ല സോയാബീനൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ്. നേരത്തെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇനിയിപ്പോൾ വേഗം കയറ്റണം കേട്ടോ. ഇതിലും പപ്പടം ഉണ്ടല്ലോ അല്ലേടാ. ഈ ചെറുപാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കറികൾ ഇനി വെക്കാണ്ട് കേട്ടോ. നിങ്ങൾക്ക് ടാസ്കുകൾ കിടക്കല്ലേ, വെറൈറ്റി കറികൾ. ലാസ്റ്റ് ബിരിയാണി ലാസ്റ്റ് അല്ലേ, നമുക്ക് ഫസ്റ്റ് തന്നെ ബിരിയാണി വെച്ച് തുടങ്ങണോടാ. കൊള്ളാലോ. എൻ്റെ ആഗ്രഹം കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ആഗ്രഹങ്ങൾക്ക് പിന്നിൽ കൂടി സഞ്ചരിച്ചാൽ മാത്രമേ ഓരോ ആഗ്രഹങ്ങളും നടക്കുള്ളൂ. അപ്പോൾ നാച്ചുപാളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഫുഡിനും കാര്യത്തിനൊക്കെ നിർത്തിയിരുന്നത്. അപ്പോൾ അതെ നമ്മളെ യാത്രയിൽ ഫസ്റ്റ് മലയാളിനെ കണ്ടിട്ടുണ്ട്. പേരെന്തായിരുന്നു? സിദ്ധു, ശ്രാവൺ. അപ്പോൾ ഇത് ഇവിടുത്തെ നാട്ടുകാരൻ തന്നെയാണ്. നിങ്ങൾ ബേക്കറി അല്ല അടുത്തന്നെ ബേക്കറി അടുത്ത് നമ്മളെ വണ്ടി കണ്ടൊന്ന് നിർത്തിയതാണ്.
അപ്പം ഇത് കേരള രജിസ്ട്രേഷൻ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു, പക്ഷേ കേരളക്കാരാണോന്നൊരു ഡൗട്ട് അടിച്ചു, അത് തന്നെ ഇങ്ങോട്ട് വരാതിരുന്നത്. അപ്പോൾ അതെ നമ്മളിപ്പോൾ യാത്ര നേരെ പോണ്ടിച്ചേരിക്ക് പോവുകയാണ് കേട്ടോ. നല്ലൊരു ഏരിയ ഉണ്ട് ചവിട്ടി കേട്ടോ, എന്ത് രസമാണെന്ന് നോക്കിയാട്ടെ ആ പാറ നിൽക്കുന്നത്. അതിന് നേരെ തൊട്ടപ്പുറത്ത് വേറൊരു പാറയുണ്ട്, ഇവിടെ ചെറിയൊരു അമ്പലമൊക്കെ ആയിട്ടാട്ടോ. ഇതൊരു പാറൻ്റെയൊക്കെ സംഭവം ആയിട്ട് ഒരു അമ്പലമാണ്, ചെറിയ നല്ലൊരു ആൽമരവും. നമ്മുടെ ചെക്കനതാകണ മോനെ ചേട്ടെടുത്താ ബൈ ബൈ. അപ്പോൾ നല്ലൊരു ഗ്രാമപ്രദേശത്താട്ടോ. എന്താ ഏരിയ അല്ലേ, അടിപൊളി ഏരിയ കേട്ടോ. തലക്കലൊരു വീട് കാണുന്നുണ്ടോ, ഒരു കുഞ്ഞൻ വീട്. ഞങ്ങളങ്ങനെ അതാ കുറച്ച് ലേറ്റായി പോയിട്ടോ ഓടിച്ച്. എന്നിട്ട് നമ്മളിപ്പോൾ പോണ്ടിച്ചേരി എത്തിയില്ല. നമ്മളിപ്പോൾ എവിടെയാ സ്ഥലം? പോണ്ടിച്ചേരി എത്താൻ വേണ്ടി 100 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇനി 100 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് നമുക്ക് പോണ്ടിച്ചേരി എത്തണം. പോണ്ടിച്ചേരി എത്തി നാളെ മുതൽ നമുക്ക് എന്ത് ചെയ്യണം, ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാണ്, നൈറ്റ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ പോണ്ടിച്ചേരി എത്തും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ലതാ, റോഡ് സൈഡിൽ നിർത്തിയതാണ്. ഉപ്പുമാവ് അല്ലേ, നല്ല അടിപൊളി ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. അടിപൊളിയാണോ? അപ്പൊ നമ്മള് പപ്പടമൊക്കെ കാച്ചിച്ച്, രാവിലത്തെ പപ്പടം ഫെയിലായിരുന്നു, ഇപ്പൊ നല്ല പപ്പടമൊക്കെ കാച്ചിട്ടുണ്ട്. അതാണ് റോഡ് സൈഡിലാണുള്ളത്. ഇനിയിപ്പോ ഏതായാലും എന്ത് ചെയ്യാം, നാളത്തെ വീഡിയോയിൽ ബാക്കി കാണാം. രൂപ കൊടുത്തിട്ടുണ്ട്. ഉപ്പുമാവും പപ്പടം സോയാബീൻ കറി, ഇതാണ് ഇപ്പൊ ഇന്നത്തെ നൈറ്റ് ഫുഡ് കേട്ടോ. നേരെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പോണ്ടിച്ചേരിക്ക് പോവാണ്. പോണ്ടിച്ചേരി എത്തുന്നതിന് തൊട്ട് മുന്നല്ല, പോണ്ടിച്ചേരിക്ക് ഏകദേശം ഇനി 85-90 കിലോമീറ്റർ കൂടി ഉണ്ട്. പോണ്ടിച്ചേരിയാണ് നമ്മൾ ആൾട്ട് ചെയ്യുന്നത് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എനിക്ക് കഴിക്കട്ടെ കേട്ടോ.